അന്ന് ആ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാത്സല്യം ഭയങ്കര ഹിറ്റാണ് ആ ടൈമിൽ. അപ്പോൾ അതിലെ ഡയലോഗാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ വാപ്പയുടെ മകൻ എന്ന നിലയ്ക്കുള്ള കിട്ടുന്ന ഒരു അനൗൺസ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക കയ്യടിയും കാര്യം അപ്രിസിയേഷനൊക്കെയാണ്. അങ്ങനെ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്ത് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ് വന്ന് ഗ്രീൻ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് പറയുന്നത്. ഒരു തരിപ്പാണ്. ഞാൻ കരയുന്നില്ല, വേറെ ഒന്നും. എനിക്ക് തന്നെ ഇപ്പോൾ അത് എന്താണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. കാരണം വല്ലാത്തൊരു ഷോക്കാണ് ഇത് കേട്ടിട്ട്. പിന്നെ ആരൊക്കെയും വന്ന് എൻ്റെ ഷോട്ടിൽ തട്ടുന്നുണ്ട്. നോസെ ബാക്കി നമുക്ക് കാര്യങ്ങൾ ഇനിയിപ്പോൾ കയറണ്ട എന്താ പറയുക എന്നൊക്കെ പറഞ്ഞായിരിക്കുന്നത്. അതെങ്ങനെ പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട്സ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ഐറ്റം കഴിയുമ്പോൾ ഇത് തീരും. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ആഴ്ചത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. വാപ്പയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വിശേഷ ദിവസങ്ങൾ അതല്ലെങ്കിൽ ആഘോഷങ്ങളൊന്നും കലാകാരനെ സംബന്ധിച്ച് ലൈഫിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ പല ടൈമിലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അത് വാപ്പയിലൂടെ തന്നെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇരുന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ ഞാൻ അപ്പോൾ ഷോക്ക് തന്നെയാണ്. അപ്പോൾ അന്ന് പുലർച്ചയ്ക്ക് എനിക്കിവിടെ ട്രൈ ചെയ്യാനായിട്ടൊന്ന് എയർപോർട്ടിലൊന്ന് വന്നു തോന്നുന്നു. എന്നെ കൊണ്ട് ബഹ്റിനിൽ തന്നെ അവിടെ ടിക്കറ്റ് പെട്ടെന്ന് പോരാനുള്ള സമയം നോക്കാം എന്നുള്ളത് ആരൊക്കെ വന്നു. പക്ഷേ അവിടുന്ന് പിന്നെ ഒരു കോൾ എന്തോ അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ മൂത്ത മാമ ഉണ്ട്, അൻസാരി എന്നാണ്. അവരെല്ലാവരും നാട്ടിൽ വടക്കാഞ്ചേരിയാണ് നമ്മുടെ സ്വദേശം. അത് അന്ന് രാത്രിയാണ്. ഈ പറയുന്നൊക്കെ രാത്രി നടക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ പൊട്ടിക്കരയുന്നത്. അതുവരെ എൻ്റെ പ്രഷർ എന്താണെന്ന് എനിക്ക് പോലും അറിയുന്നില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ഏത് സ്റ്റേജിലാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ മാമയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പൊട്ടിക്കരയാണ്. അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത വല്ലാത്തൊരു അവസ്ഥയാണ്.